ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 8ാമത്തെ പാഠമാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുൻപുള്ള പാഠങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് പോയി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക കേട്ടോ. ക്ലാസ് 5 സോഷ്യൽ സയൻസ് എന്ന് അടിച്ചാൽ മതി. പ്ലേലിസ്റ്റ് എടുക്കുന്നത് മക്കൾക്ക് അറിയാലോ. ചാനലിൽ കയറിയ വീഡിയോസ്, ഷോർട്സ് അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ചെറിയ ചെറിയ സൈഡ് ഹെഡിങ്സ്. അതിൽ പ്ലേലിസ്റ്റ് എടുത്താൽ ഏതൊക്കെ ക്ലാസ്സിൻ്റെ ഏതൊക്കെ വീഡിയോസ് ഇട്ട് ഏതൊക്കെ വിഷയങ്ങൾ ഇട്ടിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലാസ് 5 സോഷ്യൽ സയൻസ് എന്നുള്ളത് നിങ്ങൾ തൊട്ടാൽ എന്താണ് അതിൽ ഞാനിട്ട ക്ലാസ്സുകളൊക്കെ വരും കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പാഠത്തിലേക്ക് കടക്കാം. നാടറിയാം. ഇവിടെ പാഠം തുടങ്ങുന്ന സമയത്ത് തന്നെ വള്ളത്തോൾ നാരായണ മേനോൻ്റെ 4 വരി കവിതയാണല്ലേ ഉള്ളത്. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽത്തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തു കൊള്ളുന്നു കുമാരിയും ഓകർണേശനും അമ്മേ. മാതൃവന്ദനം എന്നുള്ള കവിതാ സമാഹാരത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. കേരളത്തിൻ്റെ മനോഹാരിത വർണ്ണിക്കുന്ന വള്ളത്തോൾ നാരായണ മേനോൻ്റെ കവിതാശകലമാണല്ലേ തന്നിട്ടുള്ളത്. കിഴക്ക് ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, അതിൽ നിന്ന് ഒഴുകിയെത്തുന്ന നിരവധി പുഴകൾ, ഓളപ്പരപ്പിലൂടെ വഞ്ചികൾ ഒഴുകി നീങ്ങുന്ന കായലുകൾ, പടിഞ്ഞാറ് നീണ്ടു പരന്നു കിടക്കുന്ന കടൽ തീരം, വയലുകൾ, സമതല പ്രദേശങ്ങൾ, എങ്ങും പച്ചപ്പ്, സുഖകരമായ കാലാവസ്ഥ. നമ്മുടെ കേരളം എത്ര സുന്ദരമാണ്! നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ, കുന്നുകൾ, കടൽ തീരങ്ങൾ, ജലാശയങ്ങൾ തുടങ്ങിയ സവിശേഷതകളുണ്ടോ? വൈവിധ്യമാർന്ന ഭൂസവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി. എൻ്റെ നാട്ടിൽ കാശ്മീർ കുന്നെന്ന് പറയുന്ന ഒരു കുന്നൊക്കെ ഉണ്ട്. വളരെ ഭംഗിയുള്ളതാണ്. ആളുകൾ എവിടെ നിന്നൊക്കെ ആളുകൾ അത് കാണാൻ വരും. രാവിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു കാലാവസ്ഥ നല്ലതാണ് അവിടെ പോയി ഇരിക്കാനൊക്കെ. രാവിലെയും വൈകിട്ട് ഏത് സമയത്തും ആളുകൾ വരാറുണ്ടെങ്കിലും പുലർച്ചെ സമയത്തൊക്കെ പോയി നിരവധി ആളുകൾ അവിടെ ഇരിക്കാറുണ്ട്. അതുപോലെ മക്കളുടെ നാട്ടിലും ഇതുപോലൊക്കെയുള്ള നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ. അടുത്തത്, ഇനി നമുക്ക് കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖ നിരീക്ഷിക്കാം. ഇതേതാണ് ഗ്രാമപഞ്ചായത്ത്? വാണിയംകുളം ഗ്രാമപഞ്ചായത്താണ് കേട്ടോ. കുന്നുകളും നിരപ്പാർന്ന പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയാണ് വാണിയംകുളത്തിനുള്ളത്. രൂപരേഖയിൽ കാണുന്ന പ്രധാന നദി ഏതാണ്? ഭാരതപ്പുഴയാണല്ലേ. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ തെക്കേ അതിർത്തിയിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഏതതിർത്തിയിലൂടെ? ഗ്രാമപഞ്ചായത്തിൻ്റെ തെക്കേ അതിർത്തിയിലൂടെയാണ്. ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായിട്ട് കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാണ്? ഭാരതപ്പുഴൻ്റെത് കണ്ടോ? താഴെ ഭാഗത്ത് നദിയുടെ ആ ഒരു സിമ്പൽ കണ്ടില്ലേ? അതിൻ്റെ അതേപോലെ സമാന്തരമായിട്ട് അതിൻ്റെ മുകളിലൂടെ എന്ന് പറഞ്ഞ പോലെ ചിത്രത്തിൽ കാണുന്നത് ഏതാണ്? റെയിൽ ഗതാഗതമാണ് അല്ലേ. പഞ്ചായത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഭാരതപ്പുഴയുടെ നീർത്തടങ്ങളാണ്. ജലഗതാഗതം, മത്സ്യബന്ധനം എന്നിവയ്ക്കായി പുഴയെ പ്രയോജനപ്പെടുത്തുന്നു. പുഴയുടെ തീരത്തോട് ചേർന്ന വളക്കൂറുള്ള മണ്ണ് കാർഷികാഭിവൃദ്ധിക്ക് കാരണമാകുന്നുണ്ട്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ കൃഷി, ജനങ്ങളുടെ ഭക്ഷണരീതി, ഗതാഗതം മുതലായവയെ ഭാരതപ്പുഴ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു? ചർച്ച ചെയ്യൂ. ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്തെ വളക്കൂറുള്ള മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണ്. പിന്നെയോ, ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത രീതി തീരുമാനിക്കുന്നതിൽ നദികൾ പ്രധാന പങ്ക് വഹിക്കുന്നു. വാണിയംകുളം പഞ്ചായത്തിൻ്റെ തെക്കുഭാഗത്തു കൂടി ഒഴുകുന്ന ഭാരതപ്പുഴയുടെ നീർത്തടങ്ങളാണ് പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും. അതുകൊണ്ട് തന്നെ ജലഗതാഗതം, മത്സ്യബന്ധനം എന്നിവ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. കൂടാതെ പുഴയുടെ തീരത്തെ വളക്കൂറുള്ള മണ്ണ് കൃഷി വിപുലമാക്കുന്നതിന് സഹായിക്കുന്നു. കൂടാതെ റെയിൽ ഗതാഗതത്തിൻ്റെ സാമീപ്യം ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി മാറുന്നു. ഇനി പോയിൻ്റായിട്ട് എഴുതണമെങ്കിൽ മത്സ്യബന്ധനത്തിനുള്ള തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു, ജലഗതാഗത മാർഗത്തിനുള്ള തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു, അടുത്തുള്ള റെയിൽ ഗതാഗതം യാത്ര എളുപ്പമാക്കുന്നു. അടുത്തത്, വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ചില ഭൂമിശാസ്ത്ര സവിശേഷതകൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഇത്തരം ഭൂമിശാസ്ത്ര സവിശേഷതകൾ ആ നാടിൻ്റെ ജനജീവിതത്തെ പല രീതികളിലും സ്വാധീനിക്കുന്നതായിട്ട് കണ്ടില്ലേ. നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ, അവിടുത്തെ വിവിധ കൃഷികൾ, തൊഴിലുകൾ എന്നിവ പട്ടികപ്പെടുത്തൂ.
ഭൂമിശാസ്ത്ര സവിശേഷതകൾ. ഞങ്ങളുടെ നാട് ഒരു മലയോര പ്രദേശമാണ്. മലകളും നിരപ്പായ പ്രദേശങ്ങളും പുഴയും ചെറിയ അരുവികളുമുള്ള പ്രദേശമാണിത്. നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇവിടെയുള്ളത്. മഴക്കാലത്ത് നന്നായി മഴ ലഭിക്കുന്ന പ്രദേശമാണ്. വേനൽക്കാലത്ത് വാർഡിലെ ചില പ്രദേശങ്ങളിൽ രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടാറുണ്ട്. ഇനി കൃഷികൾ. റബ്ബർ, തെങ്ങ്, കശുവണ്ടി, വാഴ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, കുരുമുളക്, ഇഞ്ചി തുടങ്ങിയവയാണ്. തൊഴിലുകൾ. ഇവിടെയുള്ള ജനങ്ങളിൽ അധികവും കർഷകരാണ്. ഈ മേഖലയിൽ റബ്ബർ പ്ലാന്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആ മേഖലയിൽ അധികവും ജോലിയെടുക്കുന്നവരാണ്. പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ജോലി ചെയ്യുന്നവരുണ്ട്. ഇവിടെ ഒരു കശുവണ്ടി ഫാക്ടറി ഉണ്ട്. കുറേ ആളുകൾ അവിടെയും ജോലി ചെയ്യുന്നുണ്ട്. അടുത്തത്, നിങ്ങളുടെ നാട്ടിലെ കൃഷിയും മറ്റ് തൊഴിലുകളും ഭൂമിശാസ്ത്ര സവിശേഷതകളുമായി ബന്ധപ്പെട്ടതല്ലേ? നൽകിയിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കൂ. ടീച്ചറുടെ സഹായം കൂടി തേടുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ്? കാലാവസ്ഥ, ജലാശയങ്ങൾ, നിരപ്പായ പ്രദേശങ്ങൾ, മലയോര പ്രദേശങ്ങൾ, മണ്ണിൻ്റെ വളക്കൂറ്, ഗതാഗതം, വ്യവസായങ്ങൾ. ഇത്രയും സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ടീച്ചറുടെ സഹായത്തോടു കൂടെ എഴുതുക കേട്ടോ. പിന്നെ നിങ്ങൾ കണ്ടെത്തിയ വിവരങ്ങളും പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളും ഉൾപ്പെടുത്തി ഇവിടെ നൽകിയിട്ടുള്ള ശീർഷകത്തിൽ ഒരു പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ തയ്യാറാക്കി സാമൂഹ്യശാസ്ത്ര ക്ലബ്ബിൽ അവതരിപ്പിക്കണം. അപ്പോൾ ഹെഡിങ് ആയിട്ട് പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ, അതിലെന്തൊക്കെ വേണം? പ്രദേശം അഥവാ നിങ്ങളുടെ വാർഡ് ഉൾപ്പെടുന്ന രൂപരേഖ വേണം. പിന്നെ നിങ്ങളുടെ ആ ഒരു സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ വേണം. പിന്നെ ജനജീവിതത്തിന് ഭൂമിശാസ്ത്ര സവിശേഷതകളുമായിട്ടുള്ള ബന്ധം, അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, പരിഹാര നിർദ്ദേശങ്ങൾ കേട്ടോ. നിങ്ങളുടെ നാട്ടിലുള്ളതാണ് എഴുതേണ്ടത്. ഇനി നിങ്ങളുടെ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ ചർച്ച ചെയ്തല്ലോ. ഇതുപോലെയാണോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകൾ? കേരളത്തിൻ്റെ ഭൂപ്രകൃതി, മണ്ണ്, ജലം, കാലാവസ്ഥ, വിളകൾ എന്നിവയെക്കുറിച്ചും അവ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും ഒരു അന്വേഷണമായാലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുന്നോട്ട് ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട് അല്ലേ? കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ്. ഇവിടെ ചിത്രത്തിൽ മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. തീരപ്രദേശം നീല നിറത്തിലാണ്, എന്നാൽ ഇടനാട് പച്ച നിറത്തിലല്ല, ചുവപ്പ് നിറത്തിലാണ് കേട്ടോ. ചുവപ്പും പച്ചയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. പിന്നെ മലനാടാണ് പച്ച നിറത്തിലുള്ളത്. അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ താഴെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഭൂപടം നിരീക്ഷിച്ച് താഴെ പറയുന്നവ കണ്ടെത്തി നോട്ട് ബുക്കിൽ കുറിക്കൂ. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. രണ്ടാമത്തെ ചോദ്യം, ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം അവിടെ തന്നെ തന്നിട്ടുണ്ട് അല്ലേ? ആദ്യം തീരപ്രദേശം 7.5 മീറ്ററിൽ താഴെയാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഇടനാട് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ്. മലനാട് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 75 മീറ്ററിന് മുകളിലാണ്. മൂന്നാമത്തെ ചോദ്യം, ലക്ഷദ്വീപ് കടലിനോട് ചേർന്നു കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? തീരപ്രദേശമാണ് അല്ലേ? അപ്പം നിങ്ങൾക്ക് തന്നെ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. തീരപ്രദേശം എന്ന് പറയുന്നത് നീല കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഏതാണ്? ലക്ഷദ്വീപ് കടലാണ് അല്ലേ? ആ ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്നത് നീല കളറാണ് അല്ലേ? അപ്പോൾ അതാണ് തൊട്ടടുത്തായിട്ടുള്ള ഭൂപ്രകൃതി വിഭാഗം. നാലാമത്തെ ചോദ്യം, തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം. മക്കൾക്ക് ചിത്രത്തിൽ തന്നെ കാണാം അല്ലേ? കർണാടകം, തമിഴ്നാട് എന്നൊക്കെ ആ എഴുതിയ ഭാഗത്ത് കണ്ടോ? ഏതാണുള്ളത്? മലനാടല്ലേ? പച്ചയല്ലേ ഉള്ളത്? പച്ച മലനാടാണ് കേട്ടോ. മലനാടിൻ്റെ നേരെ നിങ്ങൾ ആ ഒരു ബോക്സ് പച്ച കളറാക്കുക, ഇടനാടിൻ്റെ നേരെയുള്ളത് ചുവപ്പ് കളറാക്കുക. അപ്പോൾ ഏതാണ്? മലനാടാണ്. ഇനി നമുക്ക് കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാം. ആദ്യം മലനാട്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ മലനാടിൻ്റെ സ്ഥാനം കണ്ടെത്തൂ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇനി ഇടനാട്. പേജ് 136 നൽകിയിട്ടുള്ള ഭൂപടത്തിൽ, അതായത് ചിത്രം 2 ഇടനാടിൻ്റെ സ്ഥാനം കണ്ടെത്തൂ. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്.
അപ്പോൾ മക്കളത് ചിത്രത്തിൽ കണ്ടല്ലോ അല്ലേ, ചുവപ്പ് കളറിൽ ഇടനാട് നടുക്കായിട്ടാണ് ഉള്ളത്. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത്. പിന്നെ ഇടനാടിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ചെറു കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ്. ഇനി തീരപ്രദേശം എന്ന് പറയുന്നത് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരമുള്ളത്. ഇനി ഇവിടെ എന്താണ്, കേരളം രാഷ്ട്രീയ ഭൂപടമാണ് തന്നിട്ടുള്ളത് അല്ലേ. നൽകിയിരിക്കുന്ന രാഷ്ട്രീയ ഭൂപടത്തിൻ്റെ മുകളിൽ ഒരു ട്രേസിംഗ് പേപ്പർ വെച്ചിട്ട് ജില്ലകൾ വരച്ചെടുക്കൂ. അതിനുശേഷം ജില്ലകൾ വരച്ചെടുത്ത ട്രേസിംഗ് പേപ്പർ ചിത്രം 2 പേജ് 136 കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടത്തിന് മുകളിൽ ശരിയായ വിധം ക്രമീകരിച്ച് സൂപ്പർ എംബോസ് ചെയ്ത് താഴെ പറയുന്നവ കണ്ടെത്തൂ. ഓരോ ജില്ലയിലും ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? തീരപ്രദേശം, ഇടനാട്, മലനാട്. ഇനി രണ്ടാമത്തെ ചോദ്യം, തീരപ്രദേശമുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്നാ? കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. മൂന്നാമത്തെ ചോദ്യം, 3 ഭൂപ്രകൃതി വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം, കാസർഗോഡ്. അടുത്തത് കേരളത്തിൻ്റെ കാലാവസ്ഥ. ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം അല്ലേ. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ അതിനെ നമ്മൾ കാലവർഷം എന്നും പറയും. പിന്നെയോ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം, അതിനെ നമ്മൾ തുലാവർഷം എന്നാണ് പറയുക. അപ്പോൾ കാലവർഷം, തുലാവർഷം എന്നുള്ള 2 മഴ ലഭിക്കുന്ന സമയമാണ്, മഴക്കാലങ്ങളാണ് ഉള്ളത്. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിൻ്റെ തീവ്രതയ്ക്ക് കുറച്ച് ആശ്വാസം നൽകുന്നു. ഇനി ഇവിടെ മൺസൂണിനെ കുറിച്ചിട്ട് ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ച് നോക്കാം അല്ലേ. മൺസൂൺ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്നറിയപ്പെടുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർ വിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്നും വീശുന്നു. ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയിലെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി കേരളത്തിലെ മണ്ണിനെ കുറിച്ച് മനസ്സിലാക്കാം. മണ്ണേ നമ്പി ലേലേലയ്യ. അപ്പോൾ ഈ ഒരു പാട്ട് വേറൊരു രീതിയിലൊക്കെ മക്കൾക്കൊക്കെ അറിയാൻ മതി അല്ലേ. 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മലയാളം പാഠഭാഗത്തിൽ പഠിക്കാനുണ്ട്. മണ്ണേ നമ്പി ലേലേലയ്യ മരമിരുക്ക്, മരത്തെ നമ്പി ലേലേലയ്യ മണ്ണിരുക്ക്, മരത്തെ നമ്പി ലേലേലയ്യ കൊമ്പിരുക്ക്, കൊമ്പെ നമ്പി ലേലേലയ്യ ഇലയിരുക്ക്, ഇലയെ നമ്പി ലേലേലയ്യ പൂവിരുക്ക്, പൂവെ നമ്പി ലേലേലയ്യ കായിരിക്ക്, കായ നമ്പി ലേലേലയ്യ പഴമിരിക്ക്, പഴത്തെ നമ്പി ലേലേലയ്യ നാമിരുക്ക്, നമ്മെ നമ്പി ലേലേലയ്യ നാടിരുക്ക്. അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണ് കേട്ടോ. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും പോലെ പ്രാധാന്യമുള്ളതാണ് മണ്ണ്. മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, അവയെ ആശ്രയിക്കുന്ന ജീവികളുമില്ല. എങ്ങനെയാണ് ഇനി മണ്ണ് രൂപപ്പെടുന്നത്? നമുക്ക് നോക്കാം. ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിലൊന്നാണ് മണ്ണ്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്.
ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. മണ്ണ് ഉപയോഗപ്പെടുത്തി മനുഷ്യർ നടത്തുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ടീച്ചറുടെ സഹായത്തോടെ ഡിജിറ്റൽ ആൽബം തയ്യാറാക്കി സാമൂഹ്യശാസ്ത്ര ക്ലബ്ബിൽ അവതരിപ്പിക്കണം. അപ്പോൾ മക്കൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ മനുഷ്യർ നടത്തുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാം കൂടെ ശേഖരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കണം. അടുത്തത് ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ്, പീച്ച് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. അപ്പോൾ കുറച്ച് മണ്ണുകളുടെ പേരുകൾ പഠിച്ചു അല്ലേ. പ്രധാന മണ്ണിനങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ടീച്ചറുടെ സഹായത്തോടെ ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. ആദ്യം നമുക്ക് ചെങ്കൽ മണ്ണ് നോക്കാം. കേരളത്തിലെ പ്രധാന മണ്ണിനമാണിത്. ഈ മണ്ണ് നനയുമ്പോൾ പശിമയും വെയിൽ കൊള്ളുമ്പോൾ കാഠിന്യവും പ്രകടമാക്കുന്നു. ഈ മണ്ണിന് അമ്ലഗുണം കൂടുതലാണ്. തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, മരച്ചീനി, കൈതച്ചക്ക എന്നിവ കൃഷി ചെയ്യാൻ ഈ മണ്ണ് അനുയോജ്യമാണ്. അടുത്തത് ചെമ്മണ്ണ്. കേരളത്തിൽ തിരുവനന്തപുരം, നെയ്യാറ്റിൻകര പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നു. ഈ മണ്ണിൽ ഇരുമ്പിൻ്റെ അംശം കുറച്ച് കൂടുതലുള്ളതിനാൽ ചുവപ്പ് നിറത്തിലാണ് കാണുന്നത്. ഈ മണ്ണിൽ തെങ്ങ്, വാഴ, കശുമാവ്, പച്ചക്കറികൾ, കുരുമുളക് എന്നിവയെല്ലാം കൃഷി ചെയ്യാം. അടുത്തത് കറുത്ത മണ്ണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ മാത്രം കാണപ്പെടുന്ന മണ്ണാണ് ഇത്. ഈ മണ്ണ് നനയുമ്പോൾ കുതിർന്ന് വികസിക്കുകയും വേനൽക്കാലത്ത് വിണ്ട് കീറുകയും ചെയ്യുന്നു. പരുത്തി, കരിമ്പ്, നിലക്കടല എന്നീ വിളകൾക്ക് അനുയോജ്യമാണ്. അടുത്തത് വനമണ്ണാണ്. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 25% ഈ മണ്ണാണ്. അമ്ലാംശം, ജലാംശം, നൈട്രജൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. എക്കൽ മണ്ണ്. നദീതീരങ്ങളിൽ കാണപ്പെടുന്ന വളക്കൂറുള്ള മണ്ണാണിത്. വേമ്പനാട്ട് കായലിൻ്റെ സമീപ പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കാണാം. നെല്ല്, തെങ്ങ്, വാഴ, പച്ചക്കറികൾ എന്നിവ ഈ മണ്ണിൽ കൃഷി ചെയ്യാം. ഇനി ഇവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ ചിത്രം അമിത രാസവള കീടനാശിനി ഉപയോഗമാണ്. പിന്നെ മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. മൂന്നാമത്തത് അശാസ്ത്രീയ ഖനന പ്രവർത്തനമാണ്. പിന്നെ അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങളാണ്. ഈ ഒരു ചിത്രത്തിലൂടെ മണ്ണിൻ്റെ തനത് സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന ചില സന്ദർഭങ്ങളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തൂ. ഇതുപോലെ മണ്ണിൻ്റെ സവിശേഷതകളെ നഷ്ടപ്പെടുത്തുന്നത് അഥവാ ദോഷകരമായിട്ട് ബാധിക്കുന്ന എന്തൊക്കെ സന്ദർഭങ്ങളാണുള്ളത്? അമിത രാസവള കീടനാശിനി പ്രയോഗം, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുടെ അമിതമായ സ്വാധീനം, അശാസ്ത്രീയമായ ഖനന പ്രവർത്തനങ്ങൾ, അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനങ്ങൾ, അശാസ്ത്രീയമായ മനുഷ്യനിർമ്മിതികൾ, വനനശീകരണം ഇവയെല്ലാം മണ്ണിൻ്റെ സവിശേഷതകളെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. അടുത്തത് മണ്ണ് സംരക്ഷണത്തിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? മണ്ണ് സംരക്ഷണ മാർഗങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. ഒന്ന് കണ്ടൽ കാടുകളാണ്, പിന്നെ കയർ ഭൂവസ്ത്രമാണ്, പിന്നെ കല്ലുകയ്യാല, പിന്നെയോ തട്ട് കൃഷി അല്ലേ. അപ്പോൾ നമുക്ക് അത് ഓർഡറിലാക്കി എഴുതാം അല്ലേ. കൂടുതൽ മാർഗങ്ങൾ നമുക്ക് താഴോട്ട് എഴുതാം. കണ്ടൽ കാടുകളുടെ വിപുലീകരണം, കയർ ഭൂവസ്ത്രം ഉപയോഗിക്കുക, കല്ലുകയ്യാലകളുടെ നിർമ്മാണം, തട്ടുതിരിച്ചുള്ള കൃഷി സമ്പ്രദായം, തീരപ്രദേശങ്ങളിലെ പുലിമുട്ട് നിർമ്മാണം ഇവയെല്ലാം മണ്ണ് സംരക്ഷണ മാർഗങ്ങളാണ് കേട്ടോ. ഇനി ലോക മണ്ണ് സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 5-ാം തീയതിയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേരളത്തിലെ ജലസ്രോതസ്സുകൾ. മനുഷ്യരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രകൃതി വിഭവമാണ് ജലം അല്ലേ. നമുക്ക് ജലം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലേ. ഭൂമിയിലെ ജലത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? പുഴകൾ, നീരുറവകൾ, കിണറുകൾ, അരുവികൾ, കുളങ്ങൾ അല്ലേ, കുഴൽ കിണറുകൾ, തടാകങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ. ഇനി ഇവയിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ പ്രദേശത്തെ ജലസ്രോതസ്സുകൾ എന്നാണ് എഴുതേണ്ടത്. പിന്നെയോ കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചെരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റേത്. അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് കേട്ടോ എഴുതേണ്ടത്. സഹ്യപർവ്വത നിരകളിൽ നിന്നുത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു. ഇവ കൂടാതെ ധാരാളം
നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്നിവ. പിന്നെ ബാക്കിയുള്ള നദികളെല്ലാം പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അവയുടെ പേരുകൾ വേണ്ടിയവർക്ക് എഴുതിയെടുക്കാം കേട്ടോ. 41 നദികളുണ്ട്. 2 മഴക്കാലങ്ങളിലൂടെ നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാകുമെങ്കിലും മഴക്കാലം കഴിയുന്നതോടെ അവയിൽ പലതും വറ്റിപ്പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ. എന്തൊക്കെയാണ്? ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് അല്ലേ? മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് ജല സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും. മക്കൾ ചിത്രം നോക്കിക്കേ. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ജലസ്രോതസ്സുകൾ മലിനമാകുന്നത്? പുഴയിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നു, അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം, ഫാക്ടറികളിൽ നിന്നുള്ള മലിനജലം ജലസ്രോതസ്സുകളിൽ ഒഴുകിയെത്തുന്നു, രാസവളങ്ങളും കീടനാശിനികളും ജലസ്രോതസ്സുകളിൽ എത്തുന്നു, പുഴകളിൽ വെച്ച് കാലികളെയും മറ്റും കുളിപ്പിക്കുന്നു. നിങ്ങളുടെ നാട്ടിലെ ജലാശയങ്ങൾ മലിനമാക്കപ്പെടുന്നുണ്ടോ? ചർച്ച ചെയ്യൂ. ജലാശയങ്ങളെ മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്? പ്ലാസ്റ്റിക്കുകളും മറ്റു മാലിന്യങ്ങളും പുഴയിലേക്കും മറ്റ് ജലസ്രോതസ്സുകളിലേക്കും വലിച്ചെറിയാതിരിക്കുക. ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കിക്കളയാതിരിക്കുക. നദീതീരങ്ങളിൽ വെച്ച് വാഹനങ്ങൾ കഴുകാതിരിക്കുക. കാലികളെയും മറ്റും പുഴകളിൽ നിന്ന് കുളിപ്പിക്കാതിരിക്കുക. മാലിന്യങ്ങൾ അശാസ്ത്രീയമായി വീട്ടിൽ നിന്ന് തന്നെ സംസ്കരിക്കുക. അടുത്ത ചോദ്യം. ജലസംരക്ഷണ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്ലക്കാർഡുകൾ തയ്യാറാക്കി ജലസംരക്ഷണ റാലി സംഘടിപ്പിക്കൂ. മഴവെള്ള സംഭരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രസംഗം തയ്യാറാക്കണം. ആദ്യം നമുക്ക് സന്ദേശങ്ങൾ നോക്കാം. പ്ലക്കാർഡിൽ ഇവയൊക്കെ എഴുതാം. ജലം അമൂല്യമാണ്, അത് പാഴാക്കാതിരിക്കൂ. ജലം വരമാണ്, അത് അറിഞ്ഞുപയോഗിക്കൂ. ഇത്തിരി ജലം കരുതാം, അടുത്ത തലമുറയെ വരൾച്ചയിൽ നിന്ന് രക്ഷിക്കാം. ജലമില്ലെങ്കിൽ നാം ഇല്ല. ഒഴുകുന്ന വെള്ളത്തെ ഇരുത്തി കിടത്തി മണ്ണിലിറക്കാം. തടയണയും മഴക്കുഴിയും ജലസംരക്ഷണത്തിൻ്റെ വഴികൾ. ഇനി നമുക്ക് മഴവെള്ള സംഭരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു പ്രസംഗം തയ്യാറാക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ജലം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ. കുളിക്കാനും കുടിക്കാനും അലക്കാനും തുടങ്ങി നിത്യജീവിതത്തിൽ വെള്ളമില്ലാതെ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ജലം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എങ്കിലും ഇന്നത്തെ ജലലഭ്യതയുടെയും ജലസംഭരണത്തിൻ്റെയും അവസ്ഥ ആലോചിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. മഴയേറെ കിട്ടുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. 2 മൺസൂൺ കാലങ്ങളിലായി ആവശ്യത്തിലധികം മഴവെള്ളം നമുക്ക് ലഭിക്കാറുണ്ടായിരുന്നു. മനുഷ്യൻ്റെ ഇടപെടൽ മൂലം ഈയിടെയായി ജലലഭ്യത കുറയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മഴ എത്ര ലഭിച്ചാലും വേനലാകുമ്പോൾ വരൾച്ച അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ വർഷാവർഷം നമ്മുടെ സംസ്ഥാനത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഴവെള്ളം മണ്ണിലേക്ക് താഴാതിരിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം. മരങ്ങൾ വെട്ടിമുറിക്കുന്നതും മുറ്റവും മറ്റും കോൺക്രീറ്റ് ചെയ്യുന്നതും ഇൻ്റർലോക്ക് ചെയ്യുന്നതും മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് കാരണമാകുന്നു. കെട്ടിടങ്ങളുടെ അമിതമായ നിർമ്മാണവും വ്യാവസായിക ആവശ്യങ്ങൾക്കും മറ്റുമായുള്ള ഫാക്ടറികളുടെ നിർമ്മാണവും ഇന്ന് സംസ്ഥാനത്ത് വളരെ കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ മഴ ലഭ്യത കുറയാൻ കാരണമാകുന്നുണ്ട്. മഴവെള്ളം സംഭരിക്കുന്നതിന് ഒട്ടനവധി മാർഗങ്ങൾ നമുക്കുണ്ട്. മഴവെള്ള സംഭരണം സാധ്യമായിട്ടില്ലെങ്കിൽ ഇന്ന് കുടിക്കാനായി മാത്രം പ്ലാസ്റ്റിക് ബോട്ടിലുകളെ ആശ്രയിക്കുന്ന നമ്മൾ ഭാവി കാലങ്ങളിൽ കുളിക്കാനും അലക്കാനും എന്തിന് നിത്യജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് പോലും മിനറൽ വാട്ടറിനെ ആശ്രയിക്കേണ്ടി വരും. അത്തരമൊരു കാലഘട്ടം നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തത്, ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ചുവടെ നൽകിയിട്ടുള്ള പട്ടിക പരിശോധിക്കൂ. പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്, നിർവഹണം കൊടുത്തിട്ടുണ്ട്. പദ്ധതി ഏതാണ്? ഇനി ഞാൻ ഒഴുക്കട്ടെ, ഹരിത കേരളം മിഷനാണ്. പിന്നെ മാലിന്യമുക്തം നവകേരളം, തദ്ദേശ സ്വയംഭരണ വകുപ്പ്. പിന്നെ തെളിനീരൊഴുക്കും നവകേരളം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെ. ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിൻ്റെതാണ് അല്ലേ. ഇത്രയും പദ്ധതികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ. നമുക്ക് ഓരോ പദ്ധതിയുടെയും ലക്ഷ്യങ്ങൾ നോക്കാം. ഒന്നാമത്തേത്, ഇനി ഞാൻ ഒഴുകട്ടെ.
ജലസ്രോതസ്സുകളുടെ വീണ്ടെടുപ്പിനായിട്ടുള്ള പദ്ധതിയാണ്. പിന്നെ മാലിന്യമുക്തം നവകേരളം. കേരളത്തെ രാജ്യത്ത് തന്നെയുള്ള ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. പിന്നെ മൂന്നാമത്തത് തെളിനീരൊഴുകും നവകേരളം. ശാസ്ത്രീയ ദ്രവമാലിന്യ പരിപാലന സംവിധാനങ്ങൾ ഒരുക്കി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമായും വൃത്തിയായും സംരക്ഷിക്കുന്നതിനുള്ള ജനകീയ ക്യാമ്പയിനാണ്. നാലാമത്തത് ജൽ ജീവൻ മിഷൻ. 2024 ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും വ്യക്തിഗത കാർഷിക ടാപ്പ് കണക്ഷനുകളിലൂടെ സുരക്ഷിതവും മതിയായതുമായ കുടിവെള്ളം ലഭ്യമാക്കലാണ് ഇത് ലക്ഷ്യമിടുന്നത്. പിന്നെ കേരളത്തിൻ്റെ വിളവൈവിധ്യം. കേരളത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ചില കാർഷിക വിളകളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഏതൊക്കെ വിളകളാണ് മക്കളെ ചിത്രത്തിൽ കാണുന്നത്? ഒന്നാമത്തേത് നെല്ലാണ് അല്ലേ, രണ്ടാമത്തേത് റബ്ബറാണ്, മൂന്നാമത്തേത് തെങ്ങാണ്, നാലാമത്തേത് തേയിലയാണ് അല്ലേ. ഈ വിളകൾ ഓരോന്നും പ്രധാനമായും ഏതുതരം ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് കൃഷി ചെയ്യുന്നത്? നെല്ല് തീരപ്രദേശമാണ്, തെങ്ങ് റബ്ബർ ഇടനാട്, തേയില മലനാട്. അപ്പോൾ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലും ചെയ്യുന്ന കൃഷികൾ ഏതൊക്കെയാണെന്ന് ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ ഇത് എഴുതാട്ടോ. തേയില എല്ലാ ഭൂപ്രകൃതി വിഭാഗങ്ങളിലും കൃഷി ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? തേയില പോലുള്ള വിളകൾ മലനാട് മേഖലകളിലാണ് കൃഷി ചെയ്തു വരുന്നത്. കാരണം തേയില കൃഷിക്ക് ആവശ്യമായ കാലാവസ്ഥ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഉള്ളത്. അടുത്ത ചോദ്യം, കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പൊതുവെ റബ്ബർ കൃഷി കാണുന്നില്ല. എന്തുകൊണ്ടാവാം? കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ പൊതുവെ റബ്ബർ വിളകൾ കാണാറില്ല. കാരണം അവിടുത്തെ മണ്ണിൻ്റെ സവിശേഷതയാണ്. ഇടനാട്, മലനാട് പ്രദേശങ്ങളിലെ മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. തീരപ്രദേശത്ത് മണലല്ലേ ഉണ്ടാവുക, മണലിൽ റബ്ബർ കൃഷി ചെയ്യാൻ കഴിയുകയില്ല. ഇനി ഓരോ പ്രദേശത്തും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നു. അപ്പോൾ കൃഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ചോദിച്ചാൽ ഇതൊക്കെ എഴുതാം. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നു. അപ്പോൾ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ ചോദിച്ചാൽ ഇതെഴുതാം. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ്. നിങ്ങളുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തൂ. അപ്പോൾ ഞാനിവിടെ മലനാട്ടിലെയും ഇടനാടിൻ്റെയും തീരപ്രദേശത്തെയും കൃഷി ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, വിളകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രദേശം ഏതാണോ ആ പ്രദേശത്തെ വിളകൾ എടുത്തെഴുതാം. അപ്പോൾ മലനാട് തേയില, ഗ്രാമ്പു, ഏലം, കാപ്പി, തെങ്ങ്. ഇടനാട് തെങ്ങ്, റബ്ബർ, കാപ്പി, നെല്ല്. തീരപ്രദേശത്ത് തെങ്ങ്, എള്ള്, നെല്ല്. ഇനി വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, തേയിലയൊക്കെ ഉണ്ടാവണമെങ്കിൽ തണുപ്പുള്ള പ്രദേശത്തായിരിക്കണം. അപ്പോൾ അത് ഉയർന്ന പ്രദേശമായ മലനാടാണ് അതിന് അനുയോജ്യമായിട്ടുള്ളത്. ഭൂപ്രകൃതിയും മണ്ണിൻ്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. ഇടനാട്ടിൽ ഏതൊക്കെയാണ്? മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴക്കൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. അപ്പോൾ ഓരോ സ്ഥലത്തുള്ള കൃഷികൾ ഏതൊക്കെയാണെന്ന് മക്കൾ നോക്കി വെക്കുക. ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. തീരപ്രദേശത്തെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പ് രസമുള്ള മണ്ണ് സഹായകമാണ്. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവിടങ്ങളിലെ പ്രധാന കാർഷിക വിളകൾ കണ്ടെത്തൂ. അപ്പം നമ്മൾ തൊട്ട് മുൻപത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് അത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. മക്കൾ അത് തന്നെ നോക്കി എഴുതുക. മലനാട്ടിലും ഇടനാടിലും തീരപ്രദേശത്തുമുള്ള കൃഷി വിളകൾ ഏതൊക്കെയാണെന്ന് എഴുതുക. പിന്നെ ഒരു പ്രദേശത്ത് കാർഷിക സമൃദ്ധി ഉണ്ടാവണമെങ്കിൽ ഏതെല്ലാം ഘടകങ്ങൾ ഒത്തുചേരണം? പട്ടിക പൂർത്തിയാക്കൂ. അനുകൂലമായിട്ടുള്ള ഭൂപ്രകൃതി വേണം, വളക്കൂറുള്ള മണ്ണ്, അനുയോജ്യമായ കാലാവസ്ഥ, മേന്മയുള്ള വിത്തായിരിക്കണം, മനുഷ്യൻ്റെ വിഭവശേഷി, ജലസേചന സൗകര്യം. പിന്നെയോ ആധുനിക സാങ്കേതിക വിദ്യ.
ഇനി ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുമുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്കനുസൃതമായാണ് അവിടുത്തെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായിട്ട് ഏറെ ബന്ധമുള്ളവയാണ്. ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണെന്നറിയാമോ? അതുപോലെ വിഷുവിനും വിളവെടുപ്പുമായി ആണ് ബന്ധം. മഴക്കാലത്തിനു ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളം കളി മത്സരങ്ങൾ, വയലുകളിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തൂ. ഏതൊക്കെ എഴുതാം? ഓണം, വിഷു, പൊങ്കൽ, വള്ളം കളി, കാളപ്പൂട്ട് മത്സരം, നിറപുത്തരി അല്ലേ? അടുത്തത് കേരളത്തിൻ്റെ തൊഴിൽ വൈവിധ്യമാണ് അല്ലേ? ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലും വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നാം ചർച്ച ചെയ്തല്ലോ. കൃഷി മാത്രമാണോ കേരളത്തിലെ ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിൽ മേഖല? കൃഷി മാത്രമാണോ? ഏതൊക്കെ തൊഴിലുകളാണ് നിങ്ങളുടെ പ്രദേശത്ത് നിലനിൽക്കുന്നത്? ഏതൊക്കെ തൊഴിലുകളാണ് മക്കളെ? മീൻ വളർത്തൽ, കോഴി വളർത്തൽ, താറാവ് വളർത്തൽ, കന്നുകാലി വളർത്തൽ, തേൻ ശേഖരണം, ടാപ്പിംഗ്, കച്ചവടം അല്ലേ? ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമാണ് മറ്റ് തൊഴിൽ മേഖലകളിലെ പുരോഗതിയും. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്കും മനുഷ്യവിഭവശേഷിക്കും പങ്കുണ്ട്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുഗുണമായാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. കായലോരങ്ങളിലെ തൊണ്ടുതല്ലലും കയറുപിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലും ഇതിന് ഉദാഹരണങ്ങളാണ്. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. തൊഴിലും ഭൂപ്രകൃതിയും അല്ലേ? ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഓരോ തൊഴിലും കേരളത്തിലെ ഏതേത് ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് മുഖ്യമായും കാണാൻ കഴിയുന്നതെന്ന് പട്ടികപ്പെടുത്തൂ. മലനാട് അല്ലേ? മലനാടാണ് എന്ത്? മൺപാത്ര നിർമ്മാണം, റബ്ബർ കൃഷി, തേയില കൃഷി, കൊളുന്തുതുള്ളൽ. ഇടനാട്ടിൽ മൺപാത്ര നിർമ്മാണം, നെൽകൃഷി, റബ്ബർ കൃഷി. തീരപ്രദേശത്തോ മത്സ്യബന്ധനം, തൊണ്ടുതല്ലി കയറ് പിരിക്കൽ, നെൽകൃഷി. മക്കൾ ഈ ഒരു പട്ടികയിലേക്ക് എഴുതുക. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയും മെച്ചപ്പെട്ട സാമൂഹിക ഭൗതിക സാഹചര്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയും ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിലുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. ആധുനിക സാങ്കേതിക വിദ്യ കാർഷിക പരമ്പരാഗത തൊഴിൽ മേഖലകളിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് അന്വേഷിച്ചൊരു കുറിപ്പ് തയ്യാറാക്കൂ. ഹൈഡ്രോപോണിക്, ടെറസ് ഫാമിംഗ്, മൈക്രോ ഗ്രീൻ തുടങ്ങിയവയാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കാർഷിക മാർഗങ്ങൾ. മണ്ണിലല്ലാതെ പോഷകങ്ങൾ അടങ്ങിയ ലായനിയിൽ സസ്യങ്ങളെ വളർത്തിയെടുക്കുന്ന രീതിയെ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നു. കുന്നുകളുടെയോ മലകളുടെയോ വശങ്ങളിൽ വിളകൾ നട്ടുപിടിപ്പിച്ച് അവ പിന്നീട് കൊത്തിയെടുത്ത് ടെറസിൽ കൃഷി ചെയ്യുന്ന പ്രക്രിയയാണ് ടെറസ് ഫാമിംഗ്. ചില പ്രത്യേക വിളകളെ ഏതാനും നാളുകൾ മാത്രം വളർത്തിയെടുത്ത് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന രീതിയാണ് മൈക്രോഗ്രീൻ. ചുവന്ന ചീര, പച്ചച്ചീര, കടുക്, മല്ലി, ഉലുവ തുടങ്ങിയവ ഇത്തരത്തിൽ വളർത്തിയെടുക്കാം. അടുത്തത് കേരളവും പ്രകൃതി ദുരന്തങ്ങളും. കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം സുഗമമാക്കുന്നുവെന്ന് നാം കണ്ടല്ലോ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട്. പരിസ്ഥിതി ദുർബലപ്പെടും പ്രദേശങ്ങൾ ധാരാളമുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത്. മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവലോകത്തെ ഹാനികരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുള്ളത് കണ്ടില്ലേ? ഉരുളുപൊട്ടിയ ചിത്രങ്ങളൊക്കെ ആണല്ലേ? വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ ചിത്രങ്ങളാണ്. പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്ന് പട്ടികപ്പെടുത്തൂ. ഇവിടെ ഏതൊക്കെയാണ്? ചുഴലിക്കാറ്റ്, കാട്ടുതീ തന്നിട്ടുണ്ട്. പിന്നെയോ ഭൂകമ്പം, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, സുനാമി അല്ലേ? ഇനി എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ? ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. 2004 ഉണ്ടായ സുനാമി കേരളത്തിൽ വലിയ കെടുതികൾക്ക് കാരണമായി. അതിനെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ചറിയൂ. അപ്പോൾ മക്കൾ വീട്ടിലുള്ളവരോടൊക്കെ ചോദിച്ച് സുനാമി എന്നാൽ എന്താണ്, സുനാമി എന്ന് പറയുന്നത് എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളതൊന്ന് അറിയാം കേട്ടോ. ഇനി വേറെയും പ്രകൃതി ദുരന്തങ്ങളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. കവളപ്പാറ ഉരുൾപൊട്ടലാണ്, പിന്നെയോ പെട്ടിമുടി ഉരുൾപൊട്ടലാണ് അല്ലേ? 2018 കേരളത്തിലുണ്ടായ വലിയ പ്രളയം, 2019 കവളപ്പാറയിലും 2020 പെട്ടിമുടിയിലുമുണ്ടായ ഉരുൾപൊട്ടലുകൾ എന്നിവ അതത് പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കിയിരുന്നു.
ഇപ്പം അടുത്ത് അല്ലേ 2024 വയനാട്ടിൽ മുണ്ടക്കയത്ത് ഉണ്ടായ ദുരന്തം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഉരുൾ പൊട്ടി എല്ലാം നശിച്ചു പോയില്ലേ? എല്ലാവർക്കും ഉറ്റവരുടയവരും ഒക്കെ പോയി, വീട് പോയി, സ്കൂളുകൾ പോയി, അതൊക്കെ മക്കളൊക്കെ കേട്ടിട്ടുള്ളതല്ലേ? അപ്പോൾ അതാണ് പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യൻ്റെ ജീവിതം തന്നെ താറുമാറാക്കി കളയാണ് അല്ലേ? അടുത്തത് ദുരന്ത നിവാരണവും ലഘൂകരണവും. വാർത്താ തലക്കെട്ടുകളുടെ കൊളാഷ് നിരീക്ഷിക്കൂ. നാടെങ്ങും ദുരിതാശ്വാസ വിഭവ സമാഹരണം. പിന്നെയോ ശുചീകരണ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങി, പ്രളയബാധിതർ വീടുകളിലേക്ക്. പിന്നെ ദുരന്തമുഖങ്ങളിൽ കൈത്താങ്ങുമായി സന്നദ്ധ പ്രവർത്തകർ. കടലിൻ്റെ മക്കൾ ബോട്ടുകളുമായി ദുരന്തമുഖത്ത്. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഏകോപിപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇതെല്ലാം എന്താണ് മക്കളെ? ഇവിടെ ഒരു പ്രകൃതി ദുരന്തം കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള പത്രവാർത്തകളുടെ തലക്കെട്ടുകളാണല്ലേ? 2018 പ്രളയത്തെ കേരളം എങ്ങനെയാണ് നേരിട്ടതെന്ന് സൂചിപ്പിക്കുന്ന വാർത്താ കൊളാഷാണ് നൽകിയിട്ടുള്ളത്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേരളം ഒന്നിച്ചു. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയും യുവജനങ്ങൾ, വ്യാപാരികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഈ വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ തീവ്രത കുറയ്ക്കുവാൻ സാധിച്ചു. നിങ്ങളുടെ പ്രദേശത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായവർ ഉണ്ടോ? അവരുടെ അനുഭവങ്ങൾ അന്വേഷിച്ചറിയൂ. അപ്പോൾ മക്കൾക്ക് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവരോട് അവരുടെ അനുഭവങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. ചില സ്ഥലത്ത് വീടുകളിലേക്ക് എത്തിപ്പെടാൻ തന്നെ പാടായിരിക്കും അല്ലേ? പ്രളയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ബോട്ടുകളിലും ആളുകൾ സ്വയം മറന്നെന്ന് പറയും പോലെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഹെലികോപ്റ്റർ മുഖേന രക്ഷപ്പെട്ടതൊക്കെ നമ്മൾ TV-കളിലൂടെയൊക്കെ കണ്ടതാണ്. അപ്പോൾ അതുപോലെ ഓരോരുത്തർക്കായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും. ഓരോ സ്ഥലത്ത് എത്തിപ്പെട്ടപ്പോൾ അവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിയാത്തതും ചില രക്ഷപ്പെടുത്തിയ സന്തോഷമുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം മക്കൾ അതൊക്കെ ചോദിച്ചറിയാം കേട്ടോ. പിന്നെ ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമായി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താം? ഇവിടെ മുന്നൊരുക്കങ്ങളായിട്ട് ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം തന്നിട്ടുണ്ട്. പിന്നെ ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനം, ദുരന്താനന്തര പ്രവർത്തനം. അപ്പോൾ ദുരന്തം ഉണ്ടാവുന്നതിന് മുൻപുള്ളതും ദുരന്തം സംഭവിച്ചാലുള്ളതും അതിന് ശേഷമുള്ളത് പ്രവർത്തനങ്ങളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങളൊക്കെ മുൻകൂട്ടി അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പറയൂലേ, അവിടുന്ന് മാറി താമസിക്കാനൊക്കെ പറയൂലേ? പിന്നെയോ ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പ് നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക. ചിലവരൊക്കെ കേൾക്കുന്നവരൊക്കെ രക്ഷപ്പെട്ട കഥയും നമുക്കറിയാമല്ലേ? അല്ലാത്തവരൊക്കെ അപകടത്തിൽ പെട്ടു പോകാറുണ്ട്. വീടും നാടും ഒക്കെ വിട്ടു പോകാനുള്ള വിഷമത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത വിഷമത്തിൽ സ്വന്തം വീട്ടിൽ തന്നെ വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്നവരും ഉണ്ട്. ചിലപ്പോൾ അവർ ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെടും. ചില സമയം എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിൽ പിന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നവരാണ് അല്ലേ? മാറ്റി പാർപ്പിക്കുന്ന സമയത്ത് മാറിയവരൊക്കെ കുറേ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. മാറ്റി പാർത്ത സ്ഥലത്ത് അപകടം ഉണ്ടായിട്ട് അവിടുന്ന് മരണപ്പെട്ടവരും ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വയം ഒന്ന് കരുതുക. ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ്? രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കുക. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. പിന്നെ ദുരന്താനന്തര പ്രവർത്തനം. ദുരന്തം നടന്നതിന് ശേഷം ദുരന്തബാധിതരെ അധിവസിപ്പിക്കുക. ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇനി പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളുമാണ്. ഏതൊക്കെ വകുപ്പുകളാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യതാ അപഗ്രഥന സെൽ, ലാൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പ്രകൃതി ദുരന്ത നിവാരണവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ശേഖരിച്ച് ടീച്ചറുടെ സഹായത്തോടെ ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമുള്ള പേപ്പേഴ്സിൽ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശേഖരിച്ച് ആൽബം തയ്യാറാക്കി വെക്കുക. ഇനി നെറ്റിലൊക്കെ നിങ്ങൾക്ക് പിന്നെ പ്രിൻ്റ് എടുക്കാൻ പറ്റും കേട്ടോ. നെറ്റിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ആൽബം തയ്യാറാക്കണേ. നാം വസിക്കുന്ന ഭൂപ്രദേശത്തെ വൈവിധ്യവും മണ്ണും ജലവും കാലാവസ്ഥയും വിളകളും നമ്മുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞില്ലേ? ഈ മണ്ണിൻ്റെ സമൃദ്ധിയും തെളിനീരും വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി കരുതി വെക്കേണ്ട ചുമതല നമുക്കുണ്ട്. അതിനാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെയുള്ള ജീവിതത്തിനും വികസനത്തിനുമാണ് നാം മുൻഗണന നൽകേണ്ടത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ, ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിട്ട് പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ മക്കൾക്ക് പഠിക്കാൻ ഒന്നും കൂടെ, എക്സാമിനൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ ഒന്നും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.